ഓണാ ഞാൻ ഈ മൾബറിന്റെ തൈര് നഴ്സറിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനവിടെ കൊണ്ടുവന്നപ്പോ എന്നോട് ഒരാളോട് ഞാൻ ഈ മൾബറിന്റെ തൈര് നഴ്സറിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിതവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇരിക്കരുത് എന്താ ദേഷ്യമുണ്ടോ? ഹലോ, നമ്മളിന്ന് മൾബറി പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ മൾബറി ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വെട്ടാണ്ട് ഇതേപോലെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. കായൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് കായ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കായ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ പിന്നെ പുതിയ ബ്രാഞ്ചസ് വരുമല്ലോ. അതിൻ്റെയൊക്കെ ഈ ഇല വരുന്നോടത്ത് കൂടെ ഫുള്ള് കായ വരും കേട്ടോ. അങ്ങനെയാണ് ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കണേ. അപ്പോൾ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതാ പറിച്ചെടുക്കണേ. ഈ പച്ച പറിച്ചാൽ തീരെ മധുരം ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ഫുള്ള് കളർ ഇങ്ങനെ ഈ ഒരു ഡാർക്ക് കളറിലേക്ക് വരില്ലേ, കയ്യിലൊക്കെ ഉണ്ടോ ചോരൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അത് കഴിക്കാൻ നല്ല മധുരമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പപ്പായ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കഴുകിയില്ലേന്ന് വെച്ചു. ആക്ച്വലി മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ശേഷമാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പം മഴ പെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഈ മൾബറി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കഴിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം മഴ പെയ്ത് പോയിട്ടുള്ളൂ കേട്ടോ. ഇതിന് അത്യാവശ്യം മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്. ഞാനൊരു പച്ചയായിട്ട് നമുക്ക് നടക്കില്ല കേട്ടോ. പച്ചയായിട്ട് ഭയങ്കര പൊടിയായിരിക്കും. ഞാൻ ഈ പച്ച കൂടെ കളിക്കണം. അന്നേ ഭയങ്കര പൊടിയാണ്. ഇതേപോലത്തെ കഴിക്കാൻ പറ്റും. എൻ്റെ തൈര് നഴ്സറിന്നാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതവിടെ കൊണ്ടുവന്നപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു ഈ മൾബറിൻ്റെ ഒക്കെ തൈരിനെ മേടിക്കണം. ഇതൊക്കെ ഞങ്ങളെ വീട്ടിലായിട്ട് വെട്ടിക്കളയ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു മൾബറിയിൽ വിറ്റാമിൻ എ, ബി, സി, ഇ, കെ, അതേപോലെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആരും ഇത് വെട്ടിക്കളയണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പറിച്ച് കഴിച്ചോളൂ. നല്ലതാണ്.